നമസ്കാരം. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്ത് പൂർത്തിയാക്കിയത്. 19 മിനിറ്റാണ് ആ അഭിസംബോധന നീണ്ടു നിന്നത്. ട്രംപ് എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ലോകത്ത് മുഴുവൻ വ്യക്തമായിരുന്നു. അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ച് തിരിച്ചു കൊണ്ടുവരുന്ന അതേ സമയത്ത് അതേ ആകാംക്ഷയോടെ ട്രംപ് യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാൻ കാത്തിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും ട്രംപ് നടത്തിയില്ല. എല്ലാവരും അറിയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നാറ്റോ സഖ്യത്തിൽ നിന്നും അമേരിക്ക പിന്മാറുമോ? 2, യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്ക മടങ്ങുമോ? അമേരിക്കൻ സേനയുടെ ഗ്രൗണ്ട് ഇൻവേഷൻ, അതായത് കാലാൾപ്പടയുടെ ഇറാനിലേക്കുള്ള അധിനിവേശം നടക്കുമോ? 3, റിജൈൻ ചേഞ്ച് അല്ലെങ്കിൽ ഭരണകൂട മാറ്റത്തെക്കുറിച്ചുള്ള തീരുമാനം എന്തായിരിക്കും? ഇതേക്കുറിച്ചൊന്നും ഒരക്ഷരവും ട്രംപ് പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് മാറി മാറി പറഞ്ഞ പലതും ട്രംപിൻ്റെ ആ സമയത്ത് അഭിപ്രായമായിരുന്നെങ്കിൽ ട്രംപ് ഔദ്യോഗികമായി ലോകത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്നത്തെ 19 മിനിറ്റ് നീണ്ട പ്രസംഗമാണ്. അതിൽ പ്രധാനമായും ട്രംപ് പറഞ്ഞത് യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നില്ല, യുദ്ധം തുടരുമെന്നതാണ്. ഇനി ഏതാണ്ട് 2-3 ആഴ്ച കൂടിയെങ്കിലും യുദ്ധമുണ്ടാവും. ആ യുദ്ധത്തിൽ അമേരിക്കയും കൂടെ നിൽക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഇത് വിപണിയെ ബാധിച്ചിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന GCC രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. UAEയും ഖത്തറും സൗദിയും ബഹ്റൈനും മസ്കറ്റും കുവൈറ്റും അടങ്ങുന്ന GCC രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരൊക്കെ ഇപ്പോഴും ആശങ്കയുടെ നിഴലിലാണ്. അവർക്കൊക്കെ ഒരു അടിയന്തര സാഹചര്യത്തിൽ പോലും നാട്ടിൽ വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അവർ വീട്ടിലിരുന്നു കൊണ്ട് പണിയെടുക്കേണ്ടി വരുന്നു. സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. ബിസിനസ്സുകൾ എല്ലാം ഏതാണ്ട് നിശ്ചലമായിരിക്കുന്നു. രാജ്യങ്ങളുടെ അടിത്തറ ശക്തമായതുകൊണ്ട് ആ രാജ്യങ്ങൾ തരക്കേടില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രം. ഈ അവസ്ഥ തുടർന്നാൽ ഈ രാജ്യങ്ങളുടെ അടിത്തറയെപ്പോലും ബാധിച്ചെന്ന് വരാം. മാത്രമല്ല, ഇവരൊക്കെ ജീവിക്കുന്നത് മിസൈലുകൾക്കിടയിലാണ്. എല്ലാ ദിവസവും മിസൈൽ മൂളിപ്പറക്കുന്ന ശബ്ദം ഇവർക്കൊക്കെ കേൾക്കേണ്ടി വരുന്നു. മിസൈലുകളിൽ 99% ഈ രാജ്യങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലതൊക്കെ വന്ന് പതിക്കുന്നുണ്ട്. ട്രംപ് പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഒന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനും പോലും ആക്രമണം തുടർന്നു. സൗദിയിലേക്കും ബഹ്റൈനിലേക്കും UAEയിലേക്കും ഒക്കെ തുടർച്ചയായി ആക്രമണമുണ്ടായി. കുവൈറ്റ് എയർപോർട്ടിൽ ഇന്ന് രാവിലെ മിസൈൽ വീണ് തീപിടിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അതൊന്നും നിർത്താൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം ഇങ്ങനെ തന്നെ തുടരും, കുറഞ്ഞത് 2-3 ആഴ്ച എന്ന പ്രഖ്യാപനം ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നു. ഈ 2-3 ആഴ്ച കൊണ്ട് തീരുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ട്രംപ് പറയുന്നത് ഇറാൻ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതായി, ഇറാന് നേവി ഇല്ലാതായി, എയർഫോഴ്സ് ഇല്ലാതായി, ആയുധ ശേഖരം ഇല്ലാതായി, ആയുധ നിർമ്മാണം ഇല്ലാതായി, ഞങ്ങൾ ഏതാണ്ട് യുദ്ധം വിജയിച്ചിരിക്കുകയാണ്, ഈ സാഹചര്യത്തിലും ഞങ്ങൾ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രം തുടരുന്നതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ പുച്ഛിച്ചു തള്ളുകയാണ് ഇറാൻ ചെയ്തത്. ഞങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോവില്ല, ഒരു വെടിനിർത്തലിനുമില്ല എന്ന് നേരത്തെ മുതൽ ഇറാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ട്രംപ് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം സ്റ്റോൺ ഏജിലേക്ക് ഇറാനെ തള്ളിവിടുമെന്നാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഭയാനകമാവും. ഇറാനോട് ഇതുവരെ കാട്ടിയ ദയവ് ഞങ്ങൾ കാണിക്കില്ല. 12,000 ഇടങ്ങളിൽ ഇതിനോടകം ബോംബിട്ട് കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിശക്തമായ ബോംബാക്രമണം നടത്താൻ പോവുകയാണ്. ഇറാനെ ചുട്ടരിക്കും, ചാമ്പലാക്കും. ഇറാന്റെ പവർ പ്ലാന്റുകൾ അടക്കമുള്ളവ തകർക്കും. ഇറാനിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തകർക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ യുദ്ധം കടുപ്പിക്കും, കണ്ണ് കാണാത്ത തരത്തിൽ ആക്രമണം നടത്തും എന്ന് തീർച്ച. ഇറാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാവും. ഇതുവരെ അവർ മുട്ടുവളയ്ക്കാതെ പിടിച്ചു നിന്നു. അമേരിക്കയും സഖ്യകക്ഷികളെയും ഭയപ്പെടുത്തി GCC രാജ്യങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. പക്ഷേ ഇനി രണ്ടും കൽപ്പിച്ച് അടിക്കാൻ ഇറങ്ങിയാൽ, അതായത് കണ്ണിൽ ചോരയില്ലാതെ കൊല്ലപ്പെടുന്നവരൊക്കെ കൊല്ലപ്പെടട്ടെ എന്ന് കരുതി അമേരിക്കയും ഇസ്രായേലും ബോംബിടാൻ ഇറങ്ങിയാൽ ഇറാൻ ബാക്കി ഉണ്ടാവില്ല. ഒരിക്കലും അണുവായുധം പ്രയോഗിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ലോകത്തിനുള്ളത്. അണുവായുധം പ്രയോഗിച്ചാൽ അത് അയൽ രാജ്യങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ട് അമേരിക്ക സാഹസത്തിനിറങ്ങില്ല. എന്നാൽ സമ്പൂർണ്ണ നാശം വഹിക്കാനും ടെഹ്റാനെ ചുട്ടരിക്കാനുമുള്ള പദ്ധതിയാണ് ട്രംപ് ഇടുന്നത് എന്ന സൂചനയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇറാന് താങ്ങാൻ കഴിയില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ട്രംപ് വ്യക്തമാക്കുന്നത്. നാറ്റോ രാജ്യങ്ങളെ വീണ്ടും ട്രംപ് പഴിച്ചു. അവർക്ക് ഒന്നിനും കൊള്ളത്തില്ലാത്ത കളിപ്പാട്ടങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചെങ്കിലും നാറ്റോയിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് ആശങ്ക ഒഴിവായി.
നാറ്റോ സഖ്യത്തിൽ നിന്നും തൽക്കാലം പിന്മാറുന്നില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെട്ടിരുന്നത് അതായിരുന്നു. 32 രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യമാണ് നാറ്റോ. നാറ്റോയുടെ 5-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഈ 32 രാജ്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ, സ്വന്തം രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായി എന്ന് കണക്ക് കൂട്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഈ 32 രാജ്യങ്ങളിൽ ആരെങ്കിലും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചാൽ അവരെ പിന്തുണയ്ക്കണം എന്ന് നാറ്റോ നിയമത്തിലില്ല. ഇത് മനസ്സിലാക്കാതാണ് ട്രംപ് തങ്ങളെ സഹായിക്കാത്തത് കൊണ്ട് തന്നെ തങ്ങളും സഹായിക്കില്ല എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്ക പിന്മാറിയാൽ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ അധിനിവേശം നടത്തുമെന്നും അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുള്ള ആശങ്കയുണ്ട്. എന്തായാലും ട്രംപ് നാറ്റോയിൽ നിന്നും പിന്മാറുകയില്ല എന്ന് സൂചിപ്പിച്ചു. എന്നാൽ നാടകീയമായ പ്രഖ്യാപനം ട്രംപിന്റെ അഭിസംബോധനയിലുണ്ടായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ്, ഹോർമൂസ് കടലിടുക്കിൽ നിന്നും ഒഴിയുകയാണ് എന്ന പ്രഖ്യാപനം. ലോകത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടതാണ്. അത് തുറന്നില്ലെങ്കിൽ സർവനാശം വിതയ്ക്കും എന്നൊക്കെ ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തി. ഇറാൻ വഴങ്ങിയില്ല. ഒടുവിൽ ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചു, ഹോർമൂസ് കടലിടുക്കും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല, അവിടെ നിന്ന് ഒരെണ്ണയുടെയും ആവശ്യം ഞങ്ങൾക്കില്ല. അമേരിക്കയിൽ ആവശ്യത്തിലധികം എണ്ണയുണ്ട്, തികയാത്തത് വെനസ്വേലയിൽ നിന്നും കൊണ്ടുവന്നോളാം. വെനസ്വേലയും ഇപ്പോൾ അമേരിക്കയുടെ എണ്ണയാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിന്നും എണ്ണ കൊണ്ടുവരേണ്ടവർ ആരാണോ അവർ വേണ്ടത് ചെയ്യുക, ഞങ്ങളുടെ പണിയേയല്ല, ഞങ്ങളത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപ് കൈയൊഴിഞ്ഞു. മാത്രമല്ല, എണ്ണ തികയാതെ വന്നാൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങളുടെ എണ്ണ നിങ്ങൾക്ക് തരാം എന്ന പരിഹാസം കലർന്ന വാഗ്ദാനവും ട്രംപ് വെച്ചു. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഹോർമൂസിൽ നിന്നും അമേരിക്ക പിന്മാറിയാൽ ഈ പ്രതിസന്ധി ഒരിക്കലും തീരുകയില്ല. കാരണം ഇപ്പോൾ അമേരിക്കയുടെ സംരക്ഷണം ഉണ്ടായിട്ട് കൂടി ഹോർമൂസിലൂടെ എണ്ണക്കപ്പലുകൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും എന്ന് തീർച്ചയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടൻ 35 രാജ്യങ്ങളുടെ യോഗം വിളിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്ന 35 രാജ്യങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഇറാനുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആരംഭിച്ചിരിക്കുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തിയോ വരട്ടിയോ നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ അവരുമായി സംസാരിച്ച് തീർക്കാനാണ് ഇപ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. ആവേശത്തോടുകൂടി ട്രംപ് പ്രസംഗിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നിരാശ കലർന്നതായിരുന്നു എന്ന് വ്യക്തമാണ്. ഇറാൻ ഭരണകൂടത്തെ മാറ്റി സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം. എന്നാൽ ഇപ്പോൾ അത്തരം അവകാശവാദങ്ങൾ ഉപേക്ഷിച്ചു. ഇറാന്റെ എല്ലാ ഭരണാധികാരികളും ഞങ്ങൾ കൊന്നുകളഞ്ഞു, ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഭേദപ്പെട്ടവരാണ്, അവർ ഇത്രയും റാഡിക്കലല്ല, അവർക്ക് ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് അവർ ഭരിക്കട്ടെ എന്ന നിലപാടിലേക്ക് മാറി. വാസ്തവത്തിൽ ഏറ്റവും ശക്തമായ നിലപാടുള്ള, അതിതീവ്ര നിലപാടുള്ളവരാണ് പുതിയ ഭരണാധികാരികൾ. അവർ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ചർച്ചയ്ക്കും ഒരുങ്ങിയിട്ട് പോലുമില്ല. ട്രംപ് റിജൈം ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എന്ന് വ്യക്തമാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റാണ് ഞങ്ങൾ നടത്തിയത്. ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇറാൻ ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാകുമായിരുന്നു. ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഇനി അമേരിക്കക്കാർ കൂടുതൽ സുരക്ഷിതരാണ് തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ ട്രംപ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ബോധ്യമായി, യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല. ലോകത്തിൻ്റെ ആശങ്കയും അനിശ്ചിതത്വവും ഇനിയും കുറഞ്ഞത് 1 മാസമെങ്കിലും നീണ്ടു നിൽക്കും. 1 മാസത്തിനകം എന്തെങ്കിലും ഒരു ധാരണയുണ്ടാക്കി പിന്മാറാൻ കഴിഞ്ഞാൽ നല്ലത്. അങ്ങനെ പിന്മാറിയാലും ഇറാൻ സർവശക്തരായി മുമ്പോട്ട് പോകും. GCC രാജ്യങ്ങളുടെ മുമ്പിൽ സുരക്ഷ വലിയ ഭീഷണിയാകും. ഇറാനിൽ നിന്ന് രക്ഷ തേടി അവർക്ക് മറ്റു സഖ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും.